ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 25,000 രൂപയ്ക്ക് താഴെ ഇപ്പം മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പോഴത്തതിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതിൽ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല Snapdragon 7 Gen 3 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അതല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ബാറ്ററി സെറ്റപ്പുമായിട്ട് വരുന്ന അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ Realme P3 Pro എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.83 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7 Gen 3 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 16 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ നിർബന്ധം ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപയ്ക്ക് താഴെ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. ഇനി വേണം എന്ന് നിർബന്ധമാണെങ്കിൽ 16,800 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് F55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Snapdragon 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ആയിരിക്കും വേണ്ടി വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Pro എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 64+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിൽ മെയിനായിട്ട് പെർഫോമൻസിന് വേണ്ടത് എന്നുണ്ടെങ്കിൽ പോക്കോയുടെ ഭാഗത്ത് തന്നെ പോക്കോ X7 Pro എന്ന സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8400 Ultra എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 MP സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. 6550 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. വളരെ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ രണ്ട് ഫോണുകളിലും MediaTekൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. ഇനി സ്നാപ്ഡ്രാഗണിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ പോക്കോയുടെ തന്നെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഇടയിലായിട്ട് പോക്കോ F6 5G എന്ന സ്മാർട്ട് ഫോൺ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Snapdragon 8 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പം സെക്കൻഡറി ഡിസ്പ്ലേക്കുള്ള ഫോൺ വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ അഗ്നി 3 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡറി ഡിസ്പ്ലേ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പും ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്. MediaTek Dimensity 7300X എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+8 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നത്തിങ്ങിൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം നത്തിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 2A+ വരുന്നുണ്ട്. 20,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലിഫ് ഇൻ്റർഫേസ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്.
MediaTek Dimensity 7350 Pro എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ലാന്നറിയിൽ കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിൽ നത്തിങ് ഫോൺ 3Aയും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ക്യാമറയിൽ എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. അപ്പം ഏകദേശം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. സെയിം ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് 8 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ചില ആൾക്കാർക്ക് OnePlusന്റെ തന്നെ ഒരു ഫോൺ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് OnePlus Nord C4 എന്ന സ്മാർട്ട് ഫോൺ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.7 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാരുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് കോഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Z10ഉം Vivo T4ഉം വരുന്നുണ്ട്. 7300 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. കോഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 6.7 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ സിംഗിൾ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സിംഗിൾ സ്പീക്കറൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനിലോട്ട് പോകാം. അപ്പോൾ നല്ല ബാറ്ററി സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. ഇനി ചില ആൾക്കാർക്ക് റെഡ്മിയുടെ ഒരു ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് റെഡ്മി നോട്ട് 13 Pro Plus എന്ന സ്മാർട്ട് ഫോൺ 23,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.6 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7200 Ultra എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ടുള്ള ഒരു ഫോൺ വേണ്ടി വരും. അതായത് ഇപ്പം സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിലൊക്കെ കാണുന്ന S Pen പോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്കും ഈ ഒരു 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 6.7 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇപ്പം മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സ്റ്റൈലസ് പെന്നല്ല വേണ്ടത്, ടെലിഫോട്ടോ ലെൻസ് ക്യാമറയിൽ വേണം എന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതിന് പകരം മോട്ടോ എഡ്ജ് 50 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ 50+10+13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നെ 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ റിയൽമിയുടെ ഫോണുകളുടെയൊക്കെ കാര്യത്തിൽ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT 60 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററി 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണല്ല റിയൽമിയുടെ ഭാഗത്ത് നോക്കുന്നത്, ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റിയൽമി 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. ക്യാമറയിൽ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെരിസ്കോപ്പ് ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5200 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ടെക്നോ ഫാൻറ്റം V Flip എന്ന ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. ഇനി നിർബന്ധമായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ വേണം എന്നതിൽ മാത്രം ഇതെടുത്താൽ മതി. എന്തായാലും ഇതിൽ 6.
6.9 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റും. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തൊരു ഹാഫിലായിട്ട് 1.32 ഇഞ്ചിൻ്റെ ഒരു HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. MediaTek Dimensity 8050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+13 മെഗാ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ 25,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളുടെ കാര്യത്തിൽ ഞാൻ പോക്കോ X6 Pro നോക്കിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിൽ X7 Proയും നോക്കിയേക്കാം. ഇനി സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ F6 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും സെലക്ട് ചെയ്യുക, പോക്കോയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഫോൺ. ഇനി നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A+ അല്ലെങ്കിൽ നത്തിങ് ഫോൺ 3Aയും സെലക്ട് ചെയ്തേക്കാം. കുറച്ചും കൂടിയൊക്കെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ Realme 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ ഞാൻ കൺസിഡർ ചെയ്തേക്കാം. അതുപോലെ തന്നെ സ്റ്റൈലസ് പെൻ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് എന്ന സ്മാർട്ട് ഫോണേ ഓപ്ഷനിലുള്ളൂ. പിന്നെ ഇത് കൂടാതെ ചിലപ്പോൾ ഞാൻ OnePlusൻ്റെ നോഡ് C4ഉം കൺസിഡർ ചെയ്തേക്കാം. അതുപോലെ തന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ വിവോ T3 Proയും ഞാൻ കൺസിഡർ ചെയ്തേക്കാം. അല്ല കേർവ്ഡ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ Realme P3 Proയും കൺസിഡർ ചെയ്തേക്കാം. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു പേഴ്സണൽ ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.